ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിത് 4 പീസ് ബ്രെഡും 2 മുട്ടയും വെച്ചിട്ട് കിടലനായിട്ടൊരു സിമ്പിൾ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ബ്രെഡ് സ്ലൈസ് എടുക്കുക. അതിന് ഇതുപോലെ 3 പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ബ്രെഡാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് കൂടിയാണിത്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ കുറച്ച് ഉറപ്പുള്ള ബ്രെഡാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണ് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞത്. അങ്ങനെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നമ്മുടെ ബ്രെഡ് പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ബ്രെഡ് സ്ലൈസ് മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അധികം നേരം നമ്മൾ വെച്ചിരിക്കാൻ പാടില്ല. അത് പെട്ടെന്ന് തന്നെ സോക്കായിട്ട് പിന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ സൈഡും ഒന്ന് മുക്കിയെടുത്തിട്ട് അന്നേരം തന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ബ്രെഡ് സ്ലൈസൊക്കെ ഞാൻ ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പീസായിട്ടിട്ട് 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ ബ്രെഡ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായി ഊറ്റിയതിന് ശേഷം ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ കൂടെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.